വിദ്യാർത്ഥികൾക്ക് നബിദിനത്തിൽ പറയാൻ പറ്റിയ മികച്ച ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന നബിദിന പ്രസംഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. പ്രസംഗം 1. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിന്റെ കടലായ അഖില ലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ അമൂല്യമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താം എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. മദ്രസയിൽ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നബിദിനം ആഘോഷിക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നാം പ്രധാനമായും ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യസന്ധതയും വിശ്വസ്തതയും. പ്രവാചകത്വത്തിനു മുൻപ് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു അവിടുന്ന്. പരീക്ഷകളിലും ദൈനംദിന ജീവിതത്തിലും കളവ് പറയാതെ, കോപ്പി അടിക്കാതെ സത്യസന്ധത പുലർത്താൻ അവിടുത്തെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള ബഹുമാനം. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കാനും ചെറിയവരോട് കരുണ കാണിക്കാനും നമ്മോട് ആവശ്യപ്പെട്ടു. പഠനത്തോടും അറിവിനോടുമുള്ള അനുഭാവം. അറിവ് നേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അറിവ് നേടുന്നവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അറിവിനെ സമൂഹത്തിന്റെ നന്മക്കായി ഉപയോഗിക്കാനും നബി തങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. സഹജീവി സ്നേഹവും സഹിഷ്ണുതയും. സ്വന്തം ശത്രുക്കളോട് പോലും ക്ഷമിക്കുകയും പട്ടിണി കിടക്കുന്ന അയൽക്കാരനെ കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്ത വിശാലമായ മനസ്സായിരുന്നു പ്രവാചകന്റേത്. ജാതി മത ചിന്തകൾക്കതീതമായി എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. കേവലം മൗലിദ് പാരായണത്തിലും ഭക്ഷണ വിതരണത്തിലും മാത്രം നബിദിനാഘോഷം ഒതുങ്ങിപ്പോകരുത്. പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്താനും നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും പ്രതിജ്ഞയെടുക്കുന്നതാവണം നമ്മുടെ ഓരോ നബിദിനവും. അള്ളാഹു നമ്മയെല്ലാം പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ശഫാഅത്തിന് അർഹരാകുന്ന നല്ല മുഅ്മിനീങ്ങളായി നമ്മെ മാറ്റി തരുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു മീലാദ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വന്യരായ ഉസ്താദുമാരെ, മുതിർന്ന കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ അഖില ലോകത്തിനും അനുഗ്രഹമായി പടച്ച തമ്പുരാൻ നിയോഗിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജന്മം ആഘോഷിക്കുന്ന ഈ മനോഹരമായ സദസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും ഭൗതിക വളർച്ചയുടെയും കാലത്താണ്. എന്നാൽ ഭൗതികമായി നാം വളരുമ്പോഴും ആത്മീയമായും വ്യക്തിപരമായും കുടുംബപരമായും നാം എത്രത്തോളം വളരുന്നുണ്ട് എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കേവലം ചടങ്ങുകളിലോ ആഘോഷങ്ങളിലോ ഒതുങ്ങേണ്ട ഒന്നല്ല പ്രവാചക അനുസ്മരണം. മറിച്ച് സമകാലിക ലോകത്ത് ഒരു വ്യക്തിക്കും സമൂഹത്തിനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുള്ള ഏറ്റവും വലിയ വഴികാട്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. മുതിർന്നവരും ഉത്തരവാദിത്തമുള്ളവരുമായ നമ്മൾ പ്രവാചക ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് ആശയങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ നബി തിരുമേനി നമുക്ക് കാണിച്ചു തരുന്നു. അതിൽ പ്രധാനമാണ് വ്യക്തിത്വ വികസനവും ആത്മപരിശോധനയും. ഒരു സമൂഹത്തിന്റെ മാറ്റം ആരംഭിക്കുന്നത് വ്യക്തിയിൽ നിന്നാണ്. തന്റെ ഇന്നലകളെക്കാൾ മെച്ചപ്പെട്ടതല്ല ഇന്നത്തെ ദിവസമെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ് എന്ന തത്വം നമ്മെ പഠിപ്പിക്കുന്നത് നിരന്തരമായ സ്വയം വളർച്ചയെക്കുറിച്ചാണ്. അറിവ് നേടുന്നതിലും സ്വഭാവം ശുദ്ധീകരിക്കുന്നതിലും കോപവും അഹങ്കാരവും നിയന്ത്രിക്കുന്നതിലും നാം ഓരോ ദിവസവും വളരേണ്ടതുണ്ട്.
തെറ്റുകൾ തിരുത്തി പുതിയൊരു മനുഷ്യനായി മാറാനുള്ള വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന് അവിടുത്തെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും സമാധാനവും. ഇന്നത്തെ ഭൗതിക ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ശിഥിലമാകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. മാതാപിതാക്കളോട് പുലർത്തേണ്ട ബഹുമാനം, പങ്കാളിയോട് കാണിക്കേണ്ട കാരുണ്യം, മക്കൾക്ക് നൽകേണ്ട നല്ല വളർത്തൽ എന്നിവയിലാണ് ഒരു വീടിന്റെ സന്തോഷം നിലനിൽക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തിൽ പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ലാത്ത വീടുകളിൽ പ്രവാചകന്റെ സ്നേഹവും സഹിഷ്ണുതയും തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. സാമ്പത്തിക വിശുദ്ധിയും തൊഴിൽ സംസ്കാരവും. നമ്മുടെ വളർച്ച എന്നാൽ സാമ്പത്തിക വളർച്ച കൂടിയാണ്. എന്നാൽ അത് എങ്ങനെയുള്ളതാവണം? അധ്വാനത്തിന്റെ മഹത്വത്തെയും പണത്തിന്റെ വിശുദ്ധിയെയും പ്രവാചകൻ ഊന്നിപ്പറഞ്ഞു. തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുൻപ് അവന്റെ കൂലി നൽകുക എന്ന് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടത്തിലും തൊഴിലിലും കൃത്യമായ സത്യസന്ധത പുലർത്താൻ നമ്മോട് ആവശ്യപ്പെട്ടു. മായം ചേർക്കാത്ത, ചതിയില്ലാത്ത, പലിശയും അക്രമവുമില്ലാത്ത സാമ്പത്തിക വളർച്ച മാത്രമാണ് ശാശ്വതമായ വിജയം നൽകുന്നത്. സാമൂഹിക ഉത്തരവാദിത്തവും സഹിഷ്ണുതയും. നാം ജീവിക്കുന്ന സമൂഹത്തോട് നമുക്ക് വലിയ കടമകളുണ്ട്. താൻ വയറു നിറച്ച് ഉണ്ണുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടന്നാൽ അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചക വചനം കേവലം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അയൽക്കാരന്റെ പ്രയാസങ്ങളിലും വേദനകളിലും പങ്കുചേരൽ കൂടിയാണ്. ജാതി മത ചിന്തകൾക്കതീതമായി സഹജീവികളെ സ്നേഹിക്കാനും പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാനും പരിസ്ഥിതിയെപ്പോലും സംരക്ഷിക്കാനും തിരുനബി നമ്മെ പഠിപ്പിച്ചു. ഒരു ഈന്തപ്പഴത്തിന്റെ പകുതി നൽകിയെങ്കിലും ജനങ്ങളെ സഹായിക്കാനാണ് അവിടുന്ന് ഉപദേശിച്ചത്. പുതിയ തലമുറയുടെ വഴിനടത്തിപ്പ്. ഇന്നത്തെ മുതിർന്നവരായ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നതാണ്. ലഹരിയുടെയും തെറ്റായ വഴികളുടെയും ചതിക്കുഴികൾ നിറഞ്ഞ സമകാലിക സാഹചര്യത്തിൽ ഭയപ്പെടുത്തിയല്ല, മറിച്ച് പ്രവാചകൻ മക്കളോട് കാണിച്ച അളവറ്റ സ്നേഹവും സൗഹൃദവും കൊണ്ടാണ് നാം അവരെ നേർവഴിക്ക് നടത്തേണ്ടത്. അവർക്ക് നല്ല മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, മീലാദ് ആഘോഷം എന്നാൽ തിരുനബിയുടെ സ്നേഹം നെഞ്ചിലേറ്റലാണ്. ആ സ്നേഹം പ്രകടമാകേണ്ടത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ വാഗ്ദാന പാലനത്തിലും നമ്മുടെ ജീവിത രീതിയിലുമാണ്. പ്രവാചകന്റെ ചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ഭൗതികമായും ആത്മീയമായും വളരാൻ ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനവും ഐശ്വര്യവും വസിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രവാചകന്റെ ശഫാഅത്തിന് അർഹരാകുന്ന നല്ല മുഅ്മിനീങ്ങളായി നമ്മെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടെ ആശയം മനസ്സിൽ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ നിങ്ങൾക്കേവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നബിദിനത്തിന് പ്രസംഗത്തിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും പുതിയ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്.